നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. സത്യം, ഹൃദയശുദ്ധി, നിസ്വാർത്ഥത എന്നീ ഗുണങ്ങളുള്ള മനുഷ്യനെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിയും സാധ്യമല്ല. രാമായണം, ഭാഗവതം, ഭഗവത്ഗീത തുടങ്ങിയ ഗ്രന്ഥങ്ങൾ എല്ലാം ശ്രദ്ധയോടെ മുഴുവനും വായിക്കാൻ സാധാരണക്കാർക്ക് കഴിയാറില്ല. എന്നാൽ സന്ധ്യാനാമങ്ങൾ ചൊല്ലാൻ സാധാരണക്കാർക്ക് കഴിയും. നമ്മുടെ കുട്ടികളിൽ ആ ശീലങ്ങൾ വളർത്താൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇനി ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം. നായകനേ വള്ളി നായകനേ ഹര ഹര ശരണമേ അടിമലർ കൂപ്പിടുന്നേ. നായകനേ വള്ളി നായകനേ നായകനേ വള്ളി നായകനേ ഹര ഹര ശരണമേ അടിമലർ കൂപ്പിടുന്നേ. അടിമലർ കൂപ്പിടുന്നേ. നായകനേ വള്ളി നായകനേ നായകനേ വള്ളി നായകനേ. ചരണാരവിന്ദമല്ലാതടിയങ്ങൾക്കാശ്രയമായി ഒരുവരില്ലാറുമുഖ അനുഗ്രഹമേകിടുവാൻ. ചരണാരവിന്ദമല്ലാതടിയങ്ങൾക്കാശ്രയമായി ഒരുവരില്ലാറുമുഖ അനുഗ്രഹമേകിടുവാൻ. കരുണാകരനെ കാർത്തികേയനെ ഗുഹനെ ശരവണ ഭവ ശിവബാലകനെ. കരുണാകരനെ കാർത്തികേയനെ ഗുഹനെ ശരവണ ഭവ ശിവബാലകനെ. നായകനേ വള്ളി നായകനേ നായകനേ വള്ളി നായകനേ. മായ വാഴ്വിനിൽ വഴിയില്ലാതുഴലുമ്പോൾ കൈവിടാതെ നേർവഴിയരുളേണം ഗുരുഗുഹനെ. മായാ വാഴ്വിനിൽ വഴിയില്ലാതുഴലുമ്പോൾ കൈവിടാതെ നേർവഴിയരുളേണം ഗുരുഗുഹനെ. മയിൽ വാഹനത്തിലേറി വരുവതിനായി മുരുക കൈകൂപ്പി ഭജനങ്ങൾ ജപിച്ചിടുന്നു. മയിൽ വാഹനത്തിലേറി വരുവതിനായി മുരുക കൈകൂപ്പി ജപിച്ചിടുന്നു. നായകനേ വള്ളി നായകനേ നായകനേ വള്ളി നായകനേ ഹര ഹര ശരണമേ അടിമലർ കൂപ്പിടുന്നേ. നായകനേ വള്ളി നായകനേ. ദ്രോണപുത്രനാണ് അശ്വത്ഥാമാവ്. പുത്രവത്സലനായ ദ്രോണർ അശ്വത്ഥാമാവിനെ നാരായണാസ്ത്രവും ബ്രഹ്മാസ്ത്രവും ഉൾപ്പെടെ നിരവധി മാരകാസ്ത്രങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഉപയോഗിക്കാനുള്ള മാനസിക യോഗ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഈ കഥകൾ വിശദമാക്കുകയാണ് ഇന്നത്തെ കഥയമമ്മ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് കഥയമമ്മയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളും വലിയ തരത്തിൽ
സമാധാനത്തിന് വേണ്ടി കാംക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പലയിടത്തും യുദ്ധം, അശാന്തിയുടെ വിത്തുകൾ പാകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സന്ധ്യാസമയത്ത് നമ്മളിവിടെ സത്സംഗവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവർ, ഉറ്റവർ, ഉടയവരൊക്കെ തന്നെ താമസിക്കുന്ന സ്ഥലങ്ങൾ പോലും ഭീഷണിയുടെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന സമയമാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും ഒപ്പം ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ടും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യുദ്ധം എപ്പോഴും സമാധാനത്തിനെതിരെയുള്ള വലിയ ഭീഷണിയാണ്. ഇപ്പോഴല്ല, പുരാണ കാലഘട്ടം മുതൽ തന്നെ ഇത്തരത്തിലുള്ള ഭീഷണികൾ നിലനിന്നിരുന്നു. അത്തരത്തിലുള്ള വലിയൊരു ഭീഷണിയുടെ കഥയാണ് ഇന്ന് കഥേമമയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അശ്വത്ഥാമാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ദിവ്യാസ്ത്രമായിട്ടുള്ള ബ്രഹ്മശിരസ് അല്ലെങ്കിൽ ബ്രഹ്മാസ്ത്രത്തിൻ്റെ വകഭേദമായിട്ടുള്ള ആ അസ്ത്രത്തിൻ്റെയും കഥയാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, മഹാഭാരത യുദ്ധത്തിലെ മഹാരഥന്മാരിൽ ഒരാളാണ് അശ്വത്ഥാമാവ്. ദ്രോണരുടെ മകനാണ്. ഒട്ടേറെ ധനുർവിദ്യയിൽ നിരവധിയായിട്ടുള്ള കഴിവുകളുള്ള യോദ്ധാവാണ്. അദ്ദേഹത്തെ പോലൊരാൾക്ക് അധർമ്മത്തിൻ്റെ കൂടെ എങ്ങനെ നിൽക്കാൻ സാധിച്ചു എന്ന് പോലും നമുക്ക് പലപ്പോഴും ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ട്. കൗരവപക്ഷത്താണ് എപ്പോഴും അശ്വത്ഥാമാവ് നിലയുറപ്പിച്ചിരുന്നത്. അനീതിയുടെ പക്ഷത്തായിരുന്നു. യുദ്ധം കഴിഞ്ഞ് 18ാമത്തെ ദിവസം മരണം കാത്തു കിടക്കുന്ന ദുര്യോധനൻ്റെ അടുത്തേക്ക് അശ്വത്ഥാമാവ് ചെല്ലുന്ന രംഗം മഹാഭാരതത്തിൽ വ്യാസമഹർഷി വർണ്ണിക്കുന്നുണ്ട്. അവിടെ വെച്ച് തൻ്റെ സുഹൃത്തായിട്ടുള്ള, തൻ്റെ രാജാവായിട്ടുള്ള ദുര്യോധനന് അദ്ദേഹം വാക്കു കൊടുക്കുന്നു, പാണ്ഡവരെ ഈ വിജയം ആഘോഷിക്കാൻ ഞാൻ ജീവനോടെയുള്ള കാലത്തോളം അനുവദിക്കില്ല. കൃപാചാര്യരെയും കൃതകർമാവിനെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം പാണ്ഡവരുടെ പടകുടീരത്തിലേക്ക് പോകുന്നു. അവിടെ കിടന്നുറങ്ങിയിരുന്ന മുഴുവൻ യോദ്ധാക്കളെയും, പ്രത്യേകിച്ച് പാഞ്ചാലിയുടെ 5 മക്കളെയും അദ്ദേഹം ആ ഇരുട്ടിൻ്റെ മറവിൽ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മുഴുവൻ യോദ്ധാക്കളെയും കൊന്നൊടുക്കിയിട്ട് അദ്ദേഹം തിരിച്ച് ഈ ദുര്യോധനൻ്റെ അടുത്ത് പോയി അവരുടെ തലകൾ കാഴ്ചവെച്ചു എന്നാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കിയ അർജുനനും ഭീമനും അശ്വത്ഥാമാവിന് നേരെ യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്നു. അശ്വത്ഥാമാവ് അർജുനനെ തടുക്കാനായി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ബ്രഹ്മശിരസ് എന്ന് വിളിക്കപ്പെടുന്ന ആ മഹാസ്ത്രം അത് പ്രയോഗിക്കുന്നു. ഇത് കാണുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നു, അർജുന, താങ്കളും ഇതേ അസ്ത്രം തന്നെ പ്രയോഗിക്കുക. ഈ 2 ദിവ്യാസ്ത്രങ്ങളും ഒരുമിച്ച് കൂട്ടിമുട്ടിയാൽ ഉണ്ടാകുന്ന അനർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു മഹാത്മാവ് അവിടെ വന്നു ചേരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വ്യാസൻ എന്ന് തന്നെയാണ്. സാക്ഷാൽ വ്യാസമഹർഷി വന്ന് അർജുനോട് പറയുന്നു, ഈ 2 അസ്ത്രങ്ങളുടെയും ശക്തി താങ്ങാനുള്ള ശേഷി ഈ പ്രപഞ്ചത്തിനില്ല. അതുകൊണ്ട് ദയവായി അതിനെ ഉപസംഹരിച്ചാലും. വ്യാസമഹർഷിയുടെ വാക്ക് കേട്ട് അർജുനൻ തൻ്റെ അസ്ത്രത്തെ ഉപസംഹരിച്ചു. എന്നാൽ ഇതേ അഭ്യർത്ഥന വ്യാസൻ അശ്വത്ഥാമാവിനോടും കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരു കാരണവശാലും അശ്വത്ഥാമാവ് വ്യാസമഹർഷിയുടെ വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല. അദ്ദേഹം ആ അസ്ത്രത്തോട് കൽപ്പിക്കുന്നു, അഭിമന്യുവിൻ്റെ ഭാര്യയായിട്ടുള്ള ഉത്തരയുടെ ഗർഭത്തിൽ കിടക്കുന്ന പാണ്ഡവരുടെ അവകാശിയെ കൂടി നിഗ്രഹിച്ചതിന് ശേഷം മാത്രമേ നീ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ പാടുള്ളൂ. അങ്ങനെ ആ അസ്ത്രം അതിവേഗത്തിൽ ഉത്തരയുടെ ഗർഭത്തെ ലക്ഷ്യമാക്കി പായുന്നു. ഉത്തരയുടെ ഗർഭത്തിൽ ആ അസ്ത്രം തറയ്ക്കുന്നു. അതിനകത്ത് കടന്നിരുന്ന അഭിമന്യുവിൻ്റെ കുട്ടിയായിട്ടുള്ള പാണ്ഡവരുടെ പുതിയ അവകാശിയായിട്ടുള്ള ആ രാജകുമാരനെ കത്തിക്കരിഞ്ഞ കരിക്കട്ടയാക്കി മാറ്റുന്നു. എന്നാൽ ഭഗവാൻ കൃഷ്ണന്റെ സമയോചിതമായിട്ടുള്ള ഇടപെടലാണ് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ പുനർജന്മത്തിന് കാരണമാവുന്നത്. ഒരു ഭ്രൂണഹത്യാ പാപമാണ് ആ അസ്ത്രം കൊണ്ട് അശ്വത്ഥാമാവ് വരുത്തി വെച്ചത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ കൃഷ്ണൻ അശ്വത്ഥാമാവിനെ ശപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നെറ്റിയിലുള്ള ഒരു വിശേഷപ്പെട്ട രത്നം അത് പറിച്ചെടുക്കുന്നു ഭഗവാൻ. എന്നിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ശാപം, ഒരു തരത്തിലും മോക്ഷം കിട്ടാതെ ഈ ഒരു മുറിവ് ഒരു കാലത്തും ഉണങ്ങാത്ത തരത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ താങ്കൾ ഒരു അഭയാർത്ഥിയെപ്പോലെ ഒരു നികൃഷ്ട ജന്മമായി അലഞ്ഞു തിരിയാൻ ഇടവരട്ടെ എന്നുള്ള ശാപമാണ് ഭഗവാൻ അശ്വത്ഥാമാവിന് കൊടുക്കുന്നത്. ഇന്നും ചിരഞ്ജീവിയാണ് അശ്വത്ഥാമാവ്. ഈ രത്നം പോയ മുറിവുമായി, ഉണങ്ങാത്ത മുറിവുമായി, നമ്മൾക്കിടയിലൂടെ രക്തം വമിക്കുന്ന മുറിവുമായി അദ്ദേഹം സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. നോക്കൂ, ആത്യന്തികമായിട്ട് അനീതിക്ക് വേണ്ടി, സമാധാനത്തിനെതിരെ ആയുധമുയർത്തുന്ന ഏത് രാജ്യത്തിനും ഈ വിനാശം മാത്രമേ സംഭവിക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഭാരതത്തിൻ്റെ സങ്കല്പം, ഭാരതത്തിൻ്റെ സനാതനധർമ്മം ഭാരതത്തെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു കാരണവശാലും സമാധാനത്തിനെതിരെയുള്ള ഒരു ശ്രമങ്ങൾക്കും ഒരു കാലത്തും ഭാരതം നേതൃത്വം നൽകിയിട്ടില്ല. തൻ്റെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണങ്ങളെ ഭാരതം അതിജീവിച്ചിട്ടുണ്ട്. അതല്ലാതെ
ഒരു തരത്തിലുള്ള ആക്രമണങ്ങൾക്കും ഭാരതമായിട്ട് മുന്നോട്ട് പോയി ചെയ്യുക എന്നുള്ളത് പതിവില്ല. മറിച്ച് എപ്പോഴും രാജ്യങ്ങൾ തമ്മിലുള്ള കലഹത്തെ സമാധാനമായി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് എല്ലാ കാലത്തും ഭാരതം സ്വീകരിച്ചിട്ടുള്ളത്. അത് സനാതനധർമ്മത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വിശ്വാസമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യവും അന്യരാജ്യം എന്നുള്ള ഒരു തോന്നലില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ നമ്മളുടെ കുടുംബമാണ്. വസുദൈവ കുടുംബകം എന്ന മഹത്തായിട്ടുള്ള ആശയത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഭാരതീയർ. അതുകൊണ്ട് തന്നെ ഈ അശാന്തിയുടെയും ഈ യുദ്ധത്തിൻ്റെയൊക്കെ കാലഘട്ടം വളരെ പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അശ്വത്ഥാമാവിനെ പോലെ അലഞ്ഞു തിരിയുന്ന യുദ്ധക്കൊതിയന്മാർക്ക് വിനാശം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ കഥയിലൂടെ നമുക്ക് പുതിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ലോകത്ത് എല്ലാ കാലത്തും സമാധാനമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. സർവ്വതിനെയും ചൈതന്യമായി കണ്ട് സ്നേഹിക്കുന്ന, സേവിക്കുന്ന ഭാവമാണ് ക്ഷേത്ര ആരാധനയിലൂടെ കൈവരുത്തേണ്ടത്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. കൊച്ചിയിലെ വൈപ്പിൻ ദ്വീപിലെ ചെറായി എന്ന സുന്ദര ഗ്രാമം നമ്മെ സ്വാഗതം ചെയ്യുന്നത് നിരവധി ജൈവ വൈവിധ്യങ്ങളുടെ ലോകത്തേക്കു തന്നെയാണ്. കടൽ തിരകളും കായലോളങ്ങളും ഒന്നു ചേർന്ന് ആനന്ദിപ്പിക്കുന്ന ചെറായി ഗ്രാമത്തിന്റെ പുലരുകളും സന്ധ്യകളും നിലാരാത്രികളുമൊക്കെ അത്രമേൽ ചൈതന്യമുള്ളതാകുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ഭക്തിസാന്ദ്രമായ ജീവിതചര്യ കൊണ്ട് തന്നെയാണ്. കഷ്ടമിതെത്രയും കേടു ഞാൻ പറഞ്ഞിട്ടും തേൻമൊഴി നീ. പ്രകൃതി രമണീയമായ ഈ ദേശത്ത് 17-ാം നൂറ്റാണ്ടിൽ പ്രതിഷ്ഠ ചെയ്യപ്പെട്ടു എന്ന് ചരിത്രം പറയുന്ന കേരളത്തിലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ രക്തേശ്വരി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെറായി ശ്രീ രക്തേശ്വരി ദേവി ക്ഷേത്രം. ഒരു കാലത്ത് കുടുംബക്ഷേത്രമായിരുന്ന ക്ഷേത്രം പിൽക്കാലത്ത് ഈ ദേശത്തിന്റെ മുഴുവൻ പരദേവതയായി മാറുകയായിരുന്നു. കടലോളം കനിവുള്ള ദേവീ ചൈതന്യം തന്നെയാണ് ഇവിടുത്തെ ഓരോ മനുഷ്യരുടെയും സ്വപ്നങ്ങളിലും പ്രതീക്ഷകളിലും നിറഞ്ഞു നിൽക്കുന്നത്. ക്ഷേത്രമുണ്ടായ കാലം മുതൽക്കേയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഇപ്പോഴും പിന്തുടർന്നു കൊണ്ടുപോകുന്നതിൽ ഈ ഗ്രാമവാസികൾ വളരെയേറെ ശ്രദ്ധ ചെലുത്തുന്നതിന്റെ കാരണം ഉഗ്രരൂപിണിയായ ശ്രീ രക്തേശ്വരി ദേവീ ചൈതന്യം കാലാകാലങ്ങളിൽ വർദ്ധിച്ചു വരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. യുഗങ്ങൾക്കപ്പുറത്തുള്ള ദേവീചരിതം പറയുന്നതും അങ്ങനെ തന്നെയാണല്ലോ. അതാത് കാലഘട്ടങ്ങളിൽ തിന്മകളുടെ മേൽ സംഹാരതാണ്ഡവം നടത്തി ലോകരക്ഷയ്ക്കായി നന്മയുടെ പ്രകാശം വിടർത്തുന്ന ദേവീ ചൈതന്യം കാളിയായും ഭദ്രയായും ലക്ഷ്മിയായും ദുർഗയായും ചാമുണ്ടേശ്വരിയായും രക്തേശ്വരിയായും ഒക്കെ നമ്മുടെ മുന്നിൽ അവതരിക്കുന്നു. ശുംഭനിശുംഭാസുരന്മാരുടെ വധത്തിനായിട്ടാണല്ലോ ശിവന്റെ കോപാഗ്നിയിൽ നിന്ന് അവതരിച്ച ദേവി സപ്തമാതാക്കളുടെ രൂപഭാവത്തിൽ അസുരന്മാരോട് ഘോരയുദ്ധം നടത്തിയതും. ശിവനയനത്തിൽ നിന്ന് അവതരിച്ച ദേവി ശുംഭനിശുംഭാസുര വധത്തിനായി സിംഹവാഹനത്തിലേറി വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ ഹിമാലയ സാനുക്കളിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നുവല്ലോ. തുടർന്ന് ത്രിലോകങ്ങളെയും ഞെട്ടിക്കുമാറ് ഘോരരൂപിണിയായ ദേവി ശുംഭനിശുംഭാസുരന്മാരുടെ സൈന്യാധിപന്മാരുമായും യുദ്ധം ചെയ്ത് ഓരോരുത്തരെയും നിഷ്പ്രയാസം വധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ പ്രധാന സൈന്യാധിപന്മാരിൽ ഒരാളായ രക്തബീജാസുരന്റെ വരവ്. ഹിമാലയ സാനുക്കളെ നടുക്കുമാറ് അലറി വിളിച്ചു വരുന്ന രക്തബീജാസുരനെ വധിക്കുക അത്ര എളുപ്പമല്ലേ എന്ന് മനസ്സിലാക്കുന്ന ദേവി അസുരനുമായുള്ള യുദ്ധത്തിനിടയിൽ മറ്റൊരു രൂപം കൈക്കൊള്ളുന്നു. അതാണ് രക്തേശ്വരി സങ്കല്പം. വരമൊന്നും വേണ്ടെനിക്കവിടുത്തെ
അവിടുത്തെ ദർശന ഭാഗ്യം മതി അമ്മേ അവിടുത്തെ ദർശന ഭാഗ്യം. രക്തബീജാസുരന്റെ ശരീരത്തിൽ നിന്നും ഭൂമിയിലേക്ക് വീഴുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും പുതിയൊരസുരൻ ജനിക്കുന്നു. അതുകൊണ്ടാണ് ഈ അസുരന് രക്തബീജാസുരൻ എന്ന പേരുണ്ടാകുന്നത്. കാത്തു അമ്മേ പൂമിഴി നീ തുറക്കാത്തു കഷ്ടമിതെത്രയും ഭൂമിയിലേക്ക് വീഴുന്ന ഓരോ തുള്ളി ചോരയിൽ നിന്നും ഓരോ രക്തബീജാസുരന്മാർ ജനിക്കുന്നതുകൊണ്ട് രക്തബീജാസുര വധത്തിനായി യുദ്ധത്തിനിടയിൽ രക്തേശ്വരി ഭാവത്തിൽ അവതരിച്ച ദേവീരൂപം അസുരന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി ചോര പോലും ഭൂമിയിലേക്ക് പതിക്കാതെ പാനം ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ദേവിയെ രക്തേശ്വരി സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ച് ഭക്തജനങ്ങൾ ആരാധിക്കാൻ തുടങ്ങിയത്. അമ്മേ പൂമിഴി നീ തുറക്കാത്തു. ശുംഭനിശുംഭാസുരന്മാരെ വധിക്കുന്നതുവരെ നീണ്ടുനിന്ന ഘോരയുദ്ധത്തിൽ ദേവി പിന്നെയും വിവിധ ഭാവങ്ങളിൽ അവതരിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. ഇതിനെ സപ്തമാതാക്കളുടെ അവതാരമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള സപ്തമാതാക്കളിൽ ഒരാളായ ഉഗ്രരൂപിണിയായ ശ്രീ രക്തേശ്വരി ദേവിയെ തന്നെയാണ് ചെറായി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നുവെന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്. അതുകൊണ്ട് തന്നെ ചെറായി ശ്രീ രക്തേശ്വരി ദേവി ദർശനം സർവപാപമുക്തിക്കും തിന്മകളിൽ നിന്ന് നന്മകളിലേക്കുള്ള പ്രയാണം നടത്തി കർമ്മവഴികൾ വിശുദ്ധമാക്കുന്നതിനും അത്യുത്തമമാണ് എന്ന് പഴമക്കാർ പറയുന്നു. ഭാരതത്തിൽ തന്നെ വളരെ അപൂർവമായ പ്രതിഷ്ഠാ സങ്കല്പമാണ് ഇവിടുത്തേത്. മഹാത്രിപുരസുന്ദരിയായ ദേവി ഉഗ്രരൂപിണിയായി രക്തവർണമായ കടലിനു മീതെ സിംഹവാഹനത്തിൽ ഇരിക്കുന്നു എന്നാണ് സങ്കല്പം. അങ്ങനെ കടലോളം വലിപ്പമുള്ള ദേവി ഈ ദേശക്കാർക്ക് കടലോളം കനിവുള്ള ദേവിയായും മാറുന്നു. ക്ഷേത്ര ചരിത്രം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 17-ാം നൂറ്റാണ്ടിൽ വടക്കേ മലബാറിൽ നിലനിന്ന കരിപ്പത്തില്ലത്തെ കാരണവരാണ് ഈ ദേശത്ത് ദേവിയെ കുടിയിരുത്തിയത്. കാരണവരെ മുത്തപ്പൻ എന്ന വിളിപ്പേരുള്ള ദൈവസങ്കല്പത്തിൽ ക്ഷേത്രമുറ്റത്ത് പ്രതിഷ്ഠിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നു. കരിപ്പത്തില്ലത്തെ കാരണവരായിരിക്കുമ്പോൾ തന്നെ വേദപഠനങ്ങളിലും കളരി അഭ്യാസങ്ങളിലും താന്ത്രിക വിദ്യ പഠിക്കുന്നതിലും അതീവ തൽപരനായിരുന്ന മുത്തപ്പൻ കാരണവർ കരിപ്പത്തില്ലത്തു നിന്നു തന്നെ വേളി കഴിക്കുകയും ചെയ്തു. ഒരിക്കൽ ഇല്ലത്തു നിന്നും കുടുംബസമേതം യാത്ര തിരിക്കുന്ന മുത്തപ്പൻ ഇല്ലത്ത് കുടിയിരുത്തിയിരുന്ന ശ്രീ രക്തേശ്വരി ദേവി ചൈതന്യത്തെ തന്റെ ഉപാസനാമൂർത്തിയായി ആവാഹിക്കുകയും ചെയ്തു. യാത്ര ചെയ്ത മുത്തപ്പനും കുടുംബവും ഒടുവിൽ എത്തിച്ചേർന്നത് ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന ചെറായി ഗ്രാമത്തിലായിരുന്നു. ആ കാലത്ത് കാവുകൾ നിറഞ്ഞ ഈ പ്രദേശത്ത് മുത്തപ്പനും കുടുംബവും തങ്ങളുടെ ഉപാസനാമൂർത്തിയായ ശ്രീ രക്തേശ്വരി ദേവിയെ പ്രതിഷ്ഠിക്കുകയും ഈ ദേശത്ത് വാസം തുടങ്ങുകയും ചെയ്യുന്നതോടുകൂടിയാണ് ചെറായി ശ്രീ രക്തേശ്വരി ക്ഷേത്ര ചരിത്രം തുടങ്ങുന്നത്. ദേവിയുടെ അപാര ചൈതന്യം അനുഭവിച്ചറിഞ്ഞ പുളിയാമ്പുള്ളി തമ്പുരാനായിരുന്നു ആ കാലത്തെ ആദ്യത്തെ ക്ഷേത്രം നിർമ്മിച്ചത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിന്റെ പരിണാമ കാലഘട്ടത്തിൽ ദേവിയെ പ്രതിഷ്ഠിച്ച കാരണവരായ മുത്തപ്പനെയും ആദ്യമായി ക്ഷേത്രം നിർമ്മിച്ച പുളിയാമ്പുള്ളി തമ്പുരാനെയും മുത്തപ്പൻ കാരണവരുടെ ഗുരുനാഥനെയും ആരാധനാമൂർത്തികളായി ക്ഷേത്രമുറ്റത്ത് പ്രതിഷ്ഠിച്ചു. ഈ 3 ദൈവചൈതന്യങ്ങൾക്ക് മുന്നിലും മറ്റനേകം പൂജകളും നിവേദ്യങ്ങളും നടത്തിവരുന്നു. ധ്വജപ്രതിഷ്ഠയോടുകൂടി ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ക്ഷേത്രം നിർമ്മിച്ചത് ദേശവാസികളും കുടുംബക്കാരും ചേർന്നാണ്. പൗരാണികമായ ക്ഷേത്രസങ്കല്പത്തിൽ തന്നെയാണ് ഒരു പരിധിവരെ
ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. അമ്മേ അവിടുത്തെ ദർശന ഭാഗ്യം മതി. കാലമിതെത്രയും താണു ഞാൻ തൊഴുതിട്ടും എന്തേ മിഴി തുറക്കാത്തോ? അമ്മേ പൂമിഴി നീ തുറക്കാത്തു. ലോഹത്തിൽ പൊതിഞ്ഞ കൊടിമര ചുവട്ടിൽ ദേവിയുടെ വിവിധ ഭാവങ്ങളുടെ പ്രതിഷ്ഠകൾ കണ്ടു തൊഴാം. ക്ഷേത്രമുഖപ്പിലൂടെ അകത്തേക്ക് കയറുമ്പോൾ കൽത്തൂണുകളിൽ സ്ഥാപിച്ച നമസ്കാര മണ്ഡപം, നമസ്കാര മണ്ഡപത്തിന്റെ മേൽക്കൂരകളിൽ പൗരാണിക ക്ഷേത്രങ്ങളിലേതെന്നതുപോലെ തടിയിൽ കൊത്തിയ ചിത്രപ്പണികളും കാണാം. നമസ്കാര മണ്ഡപത്തിനു മുന്നിൽ നിന്ന് ശ്രീകോവിലിനുള്ളിലെ ശ്രീ രക്തേശ്വരി ദേവിയെ തൊഴാം. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് വളരെയധികം പ്രത്യേകതകളാണ് കാണാൻ കഴിയുന്നത്. ഇരുനിലകളുള്ള ഉയർന്ന ശ്രീകോവിൽ മഹാക്ഷേത്രങ്ങളുടേത് എന്ന പോലെ തോന്നിക്കുന്നു. രക്തേശ്വരി ദർശന പുണ്യത്തിനായി എത്തുന്നവർക്ക് ഉപദൈവങ്ങളായ ഗണപതി ഭഗവാനെയും ധർമ്മശാസ്താവിനെയും വണങ്ങി ദേവിയുടെ പരിവാരമൂർത്തികളായി ക്ഷേത്രകാവിൽ കുടികൊള്ളുന്ന നാഗരാജാവ്, സുന്ദരയക്ഷി, കരുനാഗയക്ഷി എന്നീ ദൈവങ്ങളുടെ ദർശനഭാഗ്യവുമുണ്ട്. മേടമാസത്തിലെ രേവതി നക്ഷത്രം ആറാട്ടോടുകൂടി 7 ദിവസത്തെ ഉത്സവത്തിൽ എല്ലാ വർഷവും കേരളത്തിൽ തന്നെ പ്രശസ്തരായ 5 ഗജവീരന്മാരെ എഴുന്നള്ളിച്ച് ഉത്സവം ഗംഭീരമാക്കുന്നു. ക്ഷേത്രത്തിലെ ഉത്സവങ്ങളിലും മറ്റ് പ്രധാന ആത്മീയ പ്രവർത്തനങ്ങളിലും സ്ത്രീകളുടെ കൂട്ടായ്മ വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ളതാണ്. ക്ഷേത്രത്തിൽ നിത്യവും ഗുരുതി നിവേദ്യവും ദേവിയുടെയും മുത്തപ്പൻ്റെയും ഇഷ്ടവഴിപാടായ ത്രിമധുരവും നടത്തിവരുന്നു. ഉഗ്രമൂർത്തിയായ ദേവിക്ക് നെയ്പായസം പ്രധാനപ്പെട്ട വഴിപാടാകുമ്പോൾ മുത്തപ്പനും ഗുരുനാഥനും അട നിവേദ്യമാകുന്നു. ദേവിയുടെ സേവകനായ പുളിയാമ്പുള്ളി തമ്പുരാന്റെ ഇഷ്ടനിവേദ്യങ്ങൾ ഇടികലശം, പൊടികലശം, മദ്യം ചേർന്നുള്ള കലശ നിവേദ്യം എന്നിവയാണ്. ക്ഷേത്രമുറ്റം സായാഹ്നങ്ങളുടെ സങ്കീർത്തനങ്ങളിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ ക്ഷേത്രഗോപുരങ്ങൾക്കപ്പുറം ചുവന്ന സൂര്യൻ സന്ധ്യാമന്ത്രങ്ങൾ ഉരുവിട്ട് ചക്രവാളത്തിലേക്ക് യാത്ര തുടങ്ങുകയായി. സൂര്യന്റെ ചുവന്ന ശോഭയിൽ കടൽ രക്തനിറമാർന്ന തിരതല്ലുമ്പോൾ ഉഗ്രരൂപിണിയായ ദേവി സിംഹവാഹനപ്പുറത്തേറി ചക്രവാളമാകെ നിറയുകയായി. ക്ഷേത്രമുറ്റത്തെ ആൽത്തറയിൽ ചിരാതുകളിൽ ദീപങ്ങൾ തെളിഞ്ഞു തുടങ്ങുന്നു. ഇനി ദീപാരാധനാവേളയാണ്. ഭക്തജനങ്ങൾ ദേവീ മന്ത്രങ്ങൾ ഉരുവിട്ട് ശ്രീകോവിലിനുള്ളിലേക്ക് നടന്നു. ത്രിസന്ധികളിലേക്ക് ഇരുൾ പരക്കുമ്പോൾ ശ്രീകോവിലിനുള്ളിലെ മോക്ഷസാഗരമായ ദേവിയിൽ നിന്ന് ഭക്തരുടെ ഉള്ളിലേക്ക് ശാന്തിയുടെ കുളിർക്കാറ്റ് വീശുകയായി. ക്ഷേത്രമണികൾ മുഴങ്ങി. ശ്രീകോവിൽ തുറക്കുമ്പോൾ ശ്രീ രക്തേശ്വരി ദേവിയിൽ നിന്നും കരുണാസാഗരം ഭക്തജനങ്ങളുടെ ആത്മാവിലേക്ക് ഒഴുകുന്നു. ഇഷ്ടവരദായികേ ശുഭപ്രദേ ഈശാനാഗ്നി ലോചനോത്ഭവേ ശ്രീ കൗശികാദി പൂജിതേ. ദേവി ചൈതന്യം ഒരു സങ്കീർത്തനം പോലെ സർവചരാചരങ്ങളിലേക്കും നിറയുമ്പോൾ ഭൂമിയും മാനവും സ്വത്വവും മറന്ന് ഭക്തജനങ്ങൾ ആത്മാവിൽ നിന്ന് പരമാത്മാവിലേക്കുള്ള തീർത്ഥയാത്രകൾ തുടങ്ങുകയായി.
നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും പൂർണ്ണ സ്വാതന്ത്ര്യവും ഉത്സാഹവും നിറഞ്ഞതായിരിക്കണം. ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വളരെ ശ്രദ്ധയോടും ധാർമ്മിക ബോധത്തോടും കൂടിയായിരിക്കണം. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.